തിരുവനന്തപുരം അമ്പലമുഖ വിനിത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന വിധി പ്രസ്താവിച്ചത്. 2022 ഫെബ്രുവരി 6 നാടിനെ നടുക്കിയ കൊലപാതകം. വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുകയാണ്. അൺഫിലിറ്റിനൊപ്പം വിനിതയുടെ അച്ഛനും അമ്മയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അൺഫിലിറ്റ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഏറ്റവും പ്രമാദമായ കേസായിരുന്നു. നാടിനെ നടുക്കിയൊരു കൊലപാതക കേസ് തന്നെയായിരുന്നു. അമ്പലമുക്കിൽ വിനീത, അതായത് ഒരു അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിൽ ജോലിക്കാരിയായിരുന്നു വിനീത. വിനീതയെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്ത് 2022 ഫെബ്രുവരി 6 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്താണ് സ്വർണം കവരുന്നതിന് വേണ്ടി തമിഴ്നാട് സ്വദേശിയായിരിക്കുന്ന തോവളം സ്വദേശിയായ പ്രതി രാജേന്ദ്രൻ കുത്തിക്കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം അപഹരിക്കുകയായിരുന്നു ചെയ്തത്. അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് നിലവിളിക്കാൻ പോലും സമയം കൊടുക്കുക അതിക്രൂരമായി തെളിയിച്ചു. ആ കേസാണ് ഇന്നിപ്പോൾ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈ കേസിൽ ഒരൊറ്റ ദൃക്സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ശാസ്ത്രീയ സാഹചര്യ സൈബർ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന് പ്രോസിക്യൂഷന്റെ വാദം മുഴുവനും അംഗീകരിച്ചുകൊണ്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശിയാണ്. മാത്രമല്ല, ഇയാൾക്ക് പൂർണ്ണമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള കൊടും കുറ്റവാളി കൂടിയാണ്. കാരണം ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ 3 കൊലപാതകങ്ങൾ ഇയാൾ നടത്തി. അതിൽ ജാമ്യത്തിൽ ഇരിക്കവെയാണ് ഈ പ്രതി രാജേന്ദ്രൻ തിരുവനന്തപുരത്തെത്തി പേരൂർക്കടയിൽ ചായക്കടയിൽ ജോലി ചെയ്യുകയും അവിടെ വെച്ചാണ് വീണ്ടും സ്വർണ്ണാഭരണത്തിന് കവരുന്നതിന് വേണ്ടി മോഷണത്തിന്റെ ശ്രമത്തിനിടയിൽ വിനീതയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ ഈ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ തന്നെ കൃത്യമായി കോടതി വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് 7 റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. സൈക്കാട്രിസ്റ്റിന്റെ റിപ്പോർട്ട്, സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട്, തമിഴ്നാട് കന്യാകുമാരി കളക്ടറുടെ റിപ്പോർട്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്, കന്യാകുമാരി പോലീസ് സൂപ്രണ്ട്, തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ട്, ഇങ്ങനെ 7 പേരുടെ വിശദമായ റിപ്പോർട്ട് ലഭിക്കണം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ക്രിമിനൽ പശ്ചാത്തലം എത്രത്തോളമാണ് ഇതിൽ കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസ് വീണ്ടും 21-ാം തീയതി പരിഗണിക്കും. 21-ാം തീയതി ഈ കേസ് പരിഗണിക്കും. അപ്പോഴാകും ശിക്ഷാവിധിയുടെ കാര്യങ്ങൾ കോടതി പ്രസ്താവിക്കുക. എന്തായാലും ഈ കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇത് ദൃക്സാക്ഷികളൊന്നുമില്ലാത്തൊരു കേസായിരുന്നു. എങ്ങനെയാണ് പൂർണ്ണമായി ഈ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി താങ്കളുടെ വാദം പൂർണ്ണമായി അംഗീകരിക്കുക? ഈ സംഭവം കൃത്യ ദിവസം എന്ന് പറയുന്നത് 2022 ഫെബ്രുവരി 6 അന്ന് ലോക്ക്ഡൗൺ ആണ്. കേരളം മൊത്തം ലോക്ക്ഡൗൺ, റോഡെല്ലാം വിജനമാണ്. അപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ്റെ കേസ് അനുസരിച്ചിട്ട് 11:40 12 മണിക്കും അകത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. 1:30 മണിക്കാണ് ഡെഡ് ബോഡി കാണുന്നത്. അപ്പോൾ ഈ കൃത്യം നടക്കുന്ന കണ്ട സാക്ഷികൾ ആരും തന്നെ ഇല്ല. പ്രോസിക്യൂഷൻ്റെ ഏറ്റവും വെല്ലുവിളിയായതും അത് തന്നെയാണ്. പക്ഷേ ശക്തമായിട്ടുള്ള സൈബർ ഫോറൻസിക് തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു. കാരണം നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ഈ കൃത്യസ്ഥലത്ത് നിന്നും പ്രതിയുടെ സാന്നിധ്യം തെളിയിക്കാൻ പ്രതിയുടെ ബ്ലഡ് സാമ്പിളും ഈ സംഭവ സ്ഥലത്ത് നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കിട്ടിയിരുന്നു. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഈ പ്രതിയുടെ ഒരു മോഡസ് ഓപ്പറാൻഡി, അദ്ദേഹത്തിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് കഴുത്തിലാണ് അദ്ദേഹം ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വോക്കൽ കോഡ്, അവരുടെ സ്വനപേടകത്തിൽ മുറിവേൽക്കുമ്പോൾ ശബ്ദം പുറത്തു വരില്ല. അതിനുശേഷമാണ് മറ്റ് ഇഞ്ചുറികളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ കയ്യിലിരുത്തി തന്നെയാണ് ഇത് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഡെഡ് ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് സ്ഥിരം പതിവ്. ആ സമയത്ത് വിനിത പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വെച്ച് പ്രതി രാജേന്ദ്രൻ്റെ കയ്യിലും വലത്തെ കയ്യിലെ കൈപ്പാദത്തിനകത്തും മുറിവ് സംഭവിച്ചിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ കയ്യപ്പ് പോലെ ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഇടനാഴിയിലെ ചുവരിൽ കണ്ട ബ്ലഡ് സ്റ്റെയിൻ മരണപ്പെട്ട പ്രതി രാജേന്ദ്രൻ്റെതായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ 3 കൊലപാതകങ്ങളും. അതും മോണിറ്ററി ഗെയിന് വേണ്ടി തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും കഴുത്തിൽ ആക്രമണം നടത്തിയാണ് ഇത്തരം കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. അതിൽ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ വളരെ മൃഗീയമായ രീതിയിൽ ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർച്ച് 21 ശിക്ഷയെക്കുറിച്ചുള്ള വാദം കേൾക്കും. ഇത് തീർച്ചയായിട്ടും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ്. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതി അർഹനുമല്ല. ഉറപ്പായും 21-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെയും അർഹനല്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു? ഇത് പ്രോസിക്യൂട്ടർ പറഞ്ഞതൊക്കെ തന്നെ ഇതിന് ദൃക്സാക്ഷികളില്ലായിരുന്ന സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പിന്നെ അതുപോലെ തന്നെ അന്വേഷണം പ്രതിയെ അറസ്റ്റ് ചെയ്ത് എവിഡൻസ് കളക്ട് ചെയ്ത് വന്നപ്പോൾ ഇതൊരു 3 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു അന്വേഷണമായിരുന്നു. ഇത് പ്രതി ക്രൈം ചെയ്തത് ഇവിടെ, പ്രതിയുടെ
സ്ഥലം തമിഴ്നാട്. അവിടെ പുള്ളിക്ക് 3-ൽ കൂടുതൽ കൊലപാതകങ്ങൾ. പിന്നെ പുള്ളിയുടെ അക്കൗണ്ടുകളൊക്കെ മധ്യപ്രദേശിലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട്, അതിനുവേണ്ടിയാണ് ഈ പൈസ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലെല്ലാം കൂടെ കളക്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് ആരംഭഘട്ടത്തിലും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇതെല്ലാം സമയബന്ധിതമായി കളക്ട് ചെയ്ത് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ആണ് ശിക്ഷ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കോടതി അംഗീകരിച്ചെന്ന് പറയുകയാണ്. സാർ, ഇതിനകത്ത് ഈ പ്രതിഭാഗം വായിച്ചത് പ്രധാനമായും ആ കത്തി രാജേന്ദ്രനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടിരുന്നല്ല, ഷർട്ട് ആ സമയത്ത് ധരിച്ചിരുന്ന ഷർട്ട് രാജേന്ദ്രനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ പ്രതിഭാഗം വായിച്ചത്. പ്രതിഭാഗം സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു ഡിഫൻസ് എടുക്കുമല്ലോ, അത് ആസ് യൂഷ്വൽ അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഈ സംഭവം കഴിഞ്ഞ് കൃത്യം കഴിഞ്ഞ് 6-ൻ്റെ അന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം വിനിതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ വരുന്ന സ്വർണ്ണാഭരണം തമിഴ്നാട്ടിലെ അദ്ദേഹം താമസിച്ചിരുന്ന സ്വകാര്യ ലോഡ്ജിൻ്റെ സമീപത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുമാണ് സ്വർണ്ണാഭരണം, വിനിതയുടെ സ്വർണ്ണമാല കണ്ടെത്തുന്നത്. അത് കോടതിയിൽ വിനിതയുടെ അമ്മയും വിനിതയുടെ സഹോദരനും കൃത്യമായും ഐഡൻറ്റിഫൈ ചെയ്തു. മാത്രമല്ല, പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാന നഗരിയിലെ മുട്ടട കോർപ്പറേഷൻ വക കുളത്തിൽ ഫയർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ പ്രതി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്നും ഈ കൃത്യസമയം പ്രതി ധരിച്ചിരുന്ന ഷർട്ട് കണ്ടെടുത്തുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഷർട്ടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയാണ്. അതുമാത്രമല്ല, കത്തി അദ്ദേഹം തെരുക്കടയിൽ താമസിച്ചിരുന്ന ഒരു ലോഡ്ജിലെ ഒരു ബിൽഡിങ്ങിലെ പൈപ്പിനകത്ത് PVC പൈപ്പിനകത്താണ് ഈ കത്തി സൂക്ഷിച്ചിരുന്നത്. കത്തി ഫോറൻസിക് പരിശോധനയിലും DNA പ്രൊഫൈലിംഗ് പരിശോധനയിലും കൃത്യമായിട്ടും കത്തിയിൽ കണ്ടത് മരണപ്പെട്ട വിനിതയുടെയും പ്രതി രാജേന്ദ്രൻ്റെയും ബ്ലഡാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. തീർച്ചയായും നിരവധി വെല്ലുവിളികളുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൃക്സാക്ഷികളൊന്നും ഇല്ലാതിരുന്നൊരു കൊലപാതകമാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കാലത്താണ് അതിക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയത്. അത് തന്നെ കൃത്യമായി പ്രോസിക്യൂഷൻ്റെ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ഈ കൊല ചെയ്യപ്പെട്ട വിനീതയുടെ മാതാപിതാക്കളും ഈ വാദം കേൾക്കാനായി കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിക്ക് വധശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് വിനീതയുടെ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത്. ഈ വാദം അത് കേട്ടല്ലോ, ഇപ്പോൾ 21-ാം തീയതിയിലത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കേസ് മാറ്റിവെച്ചെന്ന് പറഞ്ഞ് 21-ാം തീയതി നല്ലൊരു ശിക്ഷ അവന് കിട്ടുമെന്നുള്ള തൂക്കയറ് തന്നെ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് കോടതിയിൽ നല്ല വിശ്വാസമുണ്ട്. അവന് തൂക്കയറ് തന്നെ കിട്ടണം എന്നുള്ളതാണ്. അതിനുള്ള എല്ലാം വക്കീൽ സാറിന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ഒത്തിട്ടുണ്ട്. കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെന്നുള്ള ഇന്നത്തെ വാദം കൂടെ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 21-ാം തീയതി നമുക്കറിയാം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും അതിനൊരു തൂക്കയറ് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ലാതെ അവന് ജീവപര്യന്തം കൊടുത്തു കഴിഞ്ഞാൽ അവന് അടുത്ത പരോളിന് അപേക്ഷിക്കും. പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഇനിയും പെൺകുട്ടികളുടെ കഴുത്തിനെ ഇറക്കാനും മാല മോഷ്ടിക്കാനും അവനെ ഇറങ്ങും. അവൻ കൊല ചെയ്ത് തമിഴ്നാട്ടിൽ 3 കൊല ചെയ്തിട്ട് 4ാമത്തെ കൊലയാണ് നമ്മൾ അറിഞ്ഞുള്ള കൊല. അറിയാതെ അവൻ എത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവനെ ഇനി ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുതെന്നുള്ളതാണ് ഒരമ്മയായ എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും ഒരുപാട് അമ്മമാരുടെ കണ്ണീരും ഇനി ഈ ഭൂമിയിൽ വീഴരുത്. ഞങ്ങൾ ഒരേ ദിവസവും 2 മക്കളും ഞങ്ങളും ഒരേ ദിവസം ഒരു നേരമെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു ദിവസമില്ല. അപ്പോൾ ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ വരരുത്. അവന് തൂക്കുകയറ് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും സഹോദരങ്ങളുടെ ആയാലും മക്കളുടെ ആയാലും ആഗ്രഹം. അതാണ്. 21-ാം തീയതി അറിയാം. ഇതിൽ വിനീത ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റ് ജീവിതമാർഗമില്ലാതെയാണ് ഈ അലങ്കാര ചെടി കടയിൽ വന്നത്. അപ്പോൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ഒരു അവസ്ഥ, സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം ഭർത്താവ് മരിച്ച് അവൾ ജോലിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അതുവരെ അവൾ ജോലിക്ക് പോയിട്ടില്ല. അച്ഛന് 2 പ്രാവശ്യം നട്ടലിന് ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പം